ഹായ് ഹലോ, എല്ലാവർക്കും വാം വെൽക്കം കനിഷ്ക വഴിയിലേക്ക്. ഓക്കെ, ഇന്ന് രാമായണ മാസം കർക്കിടകം 2. ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു രണ്ടാം ഘട്ടം എന്താണെന്ന് അമ്മയോട് ചോദിക്കാമെന്ന്. അത് നമുക്ക് ചോദിക്കാം. അതിനു മുമ്പേ ഇന്ന് രാവിലെ തൊട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അമ്മ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കഞ്ഞി വെക്കും. അപ്പം എല്ലാവരും വിചാരിക്കും കർക്കിടക കൂട്ടിയിട്ട് കർക്കിടക കഞ്ഞിയാണ്. ഒരിക്കലും അല്ല, ഇത് അമ്മ തന്നെ സ്പെഷ്യലായിട്ട് വെക്കുന്ന കഞ്ഞി. അപ്പം എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഈവൻ എനിക്ക് തോന്നുന്നു ഇത് എപ്പം വേണേ എല്ലാവർക്കും കഴിക്കാം, ഏത് സമയത്ത്. കാരണം ഞാനിത് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് കഴിക്കാൻ എൻ്റെ ഡെലിവറി ഒക്കെ കഴിഞ്ഞ റെസ്റ്റിലായ ആ സമയത്തൊക്കെയായിരുന്നു. കാരണം ഇത് കുറേ എന്താ പറയുക, ഫീഡ് ചെയ്യുന്ന അമ്മമാർക്ക് പാല് വരും, അങ്ങനെ കുറേ ഇതിനൊരു നിറയെ ഗുണങ്ങളുള്ളൊരു കഞ്ഞിയാണ്. കാരണം ഇതിൻ്റെ ചേരുവത ആയിരിക്കും. പക്ഷെ അമ്മ ആ സമയത്തൊക്കെ ഉണ്ടാക്കിയ പോലെ ആണ് ഇന്നുണ്ടാക്കിയതെന്ന് ഞാൻ പറയില്ല. കാരണം അന്നെന്ന് വെച്ചാൽ കംപ്ലീറ്റ് അമ്മ ഉണ്ടാക്കുന്ന തേങ്ങാപ്പാലിലായിരുന്നു. എന്താ പറയുക, ഒരു 2 തേങ്ങയൊക്കെ തേങ്ങാപ്പാലെടുത്ത് അങ്ങനെയായിരുന്നു. ഇപ്പം അങ്ങനല്ല ഇന്ന് ഉണ്ടാക്കിയേക്കുന്നത്. ബാക്കിയുള്ള ദിവസങ്ങളിൽ അമ്മ നോർമലായിട്ടുണ്ട് തേങ്ങ അരച്ചൊക്കെ ഒരു രീതിയിലാണ് വെക്കുന്നത്. അപ്പം അതെന്താണ് അമ്മയോട് തന്നെ നമുക്ക് ചോദിക്കാം. അമ്മ തന്നെ ഉണ്ടാക്കാവുന്ന പറഞ്ഞത്. അപ്പം എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഓക്കെ, ഞാൻ എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ഒരു കർക്കിടക കഞ്ഞിയാണ് ഉണ്ടാക്കുന്നത്. ഇത് കർക്കിടക കഞ്ഞി എന്ന് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. സാധാരണ ഞങ്ങളുടെ വീട്ടിൽ അമ്മ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. അമ്മയ്ക്ക് ഇഷ്ടമാണ് ഈ മധുരമുള്ള കഞ്ഞിയും ഒക്കെ കുടിക്കാൻ. അങ്ങനെ അമ്മ ഉണ്ടാക്കുന്ന ഇത് നമ്മുടെ പുഞ്ചരി എന്ന് പറഞ്ഞാൽ പാലക്കാട് നിന്ന് മേടിക്കുന്നതാണ്. ഇത് ഈ പാലക്കാട് കഞ്ഞി വെക്കാൻ മാത്രമുള്ള ഒരു തരം അരിയാണ്. ഇതിന് പകരം പച്ചരിയോ സാധാരണ വീട്ടിലെ പുഞ്ചരിയോ എന്ത് വേണേൽ ഉപയോഗിക്കാം. ആ ഗ്ലാസ്സിൽ തന്നെ കുറച്ച് ഉലുവ, ഒരു 1/4 ഗ്ലാസോളം ഉലുവ എടുക്കാം. ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ച് വെളുത്ത എള്ളും ചേർക്കാം. ഇതൊന്ന് ചെറുപയർ വീട്ടിലുണ്ടെങ്കിൽ ചെറുപയർ കൂടി ഇടാം കേട്ടോ. ഇത് ഞാൻ നന്നായിട്ട് കഴുകി കുതിർത്ത് വെച്ചിരിക്കുകയാണ് ഒരു 1-2 മണിക്കൂർ. കാരണം ഉലുവയും ചെറുപയറും ഒക്കെ കുതിരണമെങ്കിൽ ഒരു 2 മണിക്കൂറോളം വേണം. അത് കുതിർത്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇത് ഞാൻ മാറ്റി വെച്ച് ഇത് ഞാൻ കുക്കറിലിട്ട് നന്നായിട്ട് ഒരു 7-8 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. കുക്കർ അടുപ്പത്ത് വെച്ച് വേവിക്കണം. ഒരു 8-9 വിസിൽ വരുന്നത് വരെ വേവിക്കണം. കുക്കറിന്റെ 1/4 ഭാഗത്തോളം വെള്ളം ഒഴിക്കണം. ആ സമയത്ത് ഒരു അരമുറി തേങ്ങ, 1 സ്പൂൺ ജീരകവുമായിട്ട് നന്നായിട്ട് അരച്ചു വെക്കുക. ഇത് വെന്തോട്ടെ. വെന്ത് കഴിഞ്ഞാൽ ഇനി ബാക്കി. അങ്ങനെ നമ്മൾ പ്രഷർ കുക്കർ തുറന്നു. നമ്മുടെ കഞ്ഞി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി അരച്ചു വെച്ച തേങ്ങ ഇതിലോട്ട് ചേർക്കാം. ഇതേ വെള്ളം എടുത്തേച്ച് ഈ മിക്സി ഒന്ന് കഴുകി ആ തേങ്ങയും മധുരം ഇഷ്ടമുള്ളവർക്ക് ഉപ്പിന് പകരം ശർക്കരയോ പഞ്ചസാരയോ ചേർത്ത് നെയ്യ് ഒഴിച്ച്, ശർക്കര ചേർക്കുവാണെങ്കിൽ ഒരു ഏലക്ക കൂടി ഇടുവാണെങ്കിൽ ഒന്നുകൂടെ നന്നായിരിക്കും. അങ്ങനെ നമ്മുടെ കർക്കിടക കഞ്ഞി റെഡിയായി. അങ്ങനെ നമ്മുടെ കർക്കിടക കഞ്ഞി തയ്യാറായി. ഇത് ഉപ്പിട്ടത്, ഇതിൽ ഞാൻ പഞ്ചസാര ഇട്ടു, ഇതിൽ ഞാൻ ശർക്കര ഇട്ടു. എങ്ങനെ വേണേൽ നമ്മുടെ ഇഷ്ടമനുസരണം ഈ 3 രീതിയിലും കഴിക്കാം. ഹരി ശ്രീ ഗണപതായ നമ. അവിഘ്ന നമസ്തുതേ. ഇന്ന് 2ാം ദിവസം വായിക്കേണ്ടത് പുത്രലാഭാലോചന തുടങ്ങി അഹല്യ ശാപമോഷം വരെയാണ്. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാം സ്തുതി ചെയ്ത. ഇന്ന് പുത്രലാഭാലോചന, പുത്രകാമേഷ്ടി, ബാലലീല, വിശ്വാമിത്രന്റെ യാഗരക്ഷ, താടകാവധം, അഹല്യാമോഷം. ഇത്രയുമാണ് ഇന്നത്തെ ദിവസം വായിക്കേണ്ടത്. അമ്മ പറഞ്ഞത് കേട്ടു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ